നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ വരുന്ന 15 ദിവസത്തിനകം ഭാഗ്യം സ്വന്തമാക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. 11 നക്ഷത്ര ജാതകരാണവർ. അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ്. പ്രധാനമായും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം അനുകൂല മാറ്റങ്ങളുണ്ടാകും. കോടതികളിൽ കേസ് നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വീട്, സ്ഥലം, വാഹനം എന്നിവയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് അവസരങ്ങൾ ലഭിക്കും. മൂന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ സഫലമാവുക തന്നെ ചെയ്യും. നാലാമത്തേത് മകേരമാണ്. പുതിയ വാഹനം വാങ്ങുവാനോ വാസസ്ഥലം വാങ്ങുവാനോ സ്വന്തമാക്കുവാനോ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിയും. അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്. ഭൂമി സംബന്ധമായ എല്ലാ രേഖാപരമായ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ വളരെയധികം അനുഗ്രഹമുണ്ടാകും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. എന്തും ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രങ്ങൾ ചിത്തിരയാണ്. ചിത്തിര എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും തടസ്സങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറി വളരെയധികം സമൃദ്ധിയാണ് വരുന്ന 15 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത നക്ഷത്രം അനിഴമാണ്. വാഹനം വാങ്ങുവാനോ അനുകൂലമായ യാത്രകൾ നടത്തുവാനോ ഭൂമി വാങ്ങുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അതിനുള്ള ഒരു വലിയ സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്ര ജാതകരാണ്. വളരെ ക്ഷമയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് കഴിയും. അടുത്തൊരു നക്ഷത്രം അവിട്ടമാകുന്നു. വളരെയധികം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു കാരണവശാലും ഈ വരുന്ന 15 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും ഒരു മുടക്കവും സംഭവിക്കില്ല. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. വലിയ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ 1-2 വഴിപാടുകളൊക്കെ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഗണപതി ക്ഷേത്രത്തിൽ ഒരു ദർശനം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുക. ഇത്രയും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 11 നക്ഷത്ര ജാതകർക്ക് വരുന്ന 15 ദിവസത്തിനകം വളരെയധികം അനുഗ്രഹമാണ് ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.